കനത്ത തോൽവിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ കണ്ണൂർ കോളയാടിനടുത്ത് ഫ്ലക്സ്. പാർട്ടിയാണ് വലുത്, നേതാക്കളല്ല എന്നാണ് ഫ്ലക്സിൽ പറയുന്നത്. പാർട്ടിയാണ് വലുത്, നേതാക്കളല്ല എന്ന് പറയുന്ന ഫ്ലക്സ്. അതിന് മുകളിൽ P. ജയരാജന്റെയും M. സ്വരാജിന്റെയും ചിത്രമുണ്ട്. അവരുണ്ടെങ്കിൽ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയുകയാണ്. ചെങ്കോട്ടുമുക്ക് ഈരായി കൊല്ലി എന്ന സ്ഥലത്താണ് MV ഗോവിന്ദന്റെയും പാർട്ടി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ചിത്രം ഒക്കെ വെച്ച് അതിന് മുകളിൽ അതിനേക്കാൾ വലിയ ചിത്രം P. ജയരാജന്റെയും സ്വരാജിന്റെയും ഒക്കെ വെച്ചിട്ടുള്ള ഫ്ലക്സ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. കണ്ണൂർ കാൾടെക്സിൽ ഇനി KC വേണുഗോപാൽ അനുകൂലമായാണ് അവിടെ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നത്. ഇതൊക്കെ രാക്കാലങ്ങൾ വരുന്ന പോസ്റ്ററാണ്. നേർക്കുനേർ പകൽ കൊണ്ട് വെക്കാൻ ധൈര്യമില്ലാത്തവരായിരിക്കണം രാത്രി കൊണ്ട് ഈ പോസ്റ്ററൊക്കെ വെക്കുന്നത്. പക്ഷേ ഒരു സന്ദേശം, ഞങ്ങൾക്ക് മെസ്സേജ്. ഇപ്പോൾ ഇതിന് പിന്നിൽ ഒരു സംഘം ആളുകൾ വേണമെങ്കിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒറ്റ ഒരാൾ വിചാരിച്ചാൽ പറ്റുമല്ലോ, ഫ്ലക്സ് അടിക്കാൻ വെക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഒരു മെസ്സേജ് കൊടുക്കാൻ, ഒരാൾക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒരു സംഘം ആളുകൾ മെസ്സേജ് കൊടുക്കാൻ ഇത്തരത്തിൽ രാക്കാല ഫ്ലക്സുകൾ സഹായിക്കും. പക്ഷേ അവിടെ CCTV ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനും പറ്റും ആരാ കൊണ്ട് വെച്ചെന്നുള്ള കാര്യം. അതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിലെത്തിയ പിണറായി വിജയൻ തോൽവിയോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. കണ്ണൂർ വിമാനത്താവളത്തിൽ കാറിൽ നിന്ന് ഇറങ്ങി പിണറായി വിജയൻ എയർപോർട്ടിനകത്തേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങൾ. അവിടെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ സീസൺഡ് രാഷ്ട്രീയക്കാരാണ്. ഒരു തോൽവിയിലൊന്നും അങ്ങനെ ഉലഞ്ഞു പോകുന്ന മനുഷ്യന്മാരൊന്നുമല്ല. എങ്കിൽ കൂടിയും ഒരു പ്രതികരണം മുൻ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുമോ എന്ന കാര്യം അറിയില്ല. അജീഷ് ഷേമാർ വിവരങ്ങൾ വെച്ചിരുന്നു. അജീഷ്, ഫ്ലക്സുകളെ പറ്റി പറയണം. കൂടെ ഇന്നിപ്പോൾ ഒരു മന്ത്രിസഭാ യോഗം അടിയന്തരമായി വെച്ചിരുന്നത് ക്യാൻസലാക്കിയിരുന്നതാണ്. മാത്രമല്ല അത് ഓൺലൈനാണ് വെച്ചിരുന്നതും. മുഖ്യമന്ത്രി ഇന്നലെ രാജിക്കത്ത് ഗവർണർ കൈമാറിയിരുന്നു. അജീഷ്, ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഇന്ന് തന്നെയുള്ള ട്രിവാൻഡ്രം യാത്രയ്ക്ക് പിന്നിൽ എന്താണ് അജീഷ്? അശ്വിൻ, എന്തായാലും കണ്ണൂർ ജില്ലയിൽ CPM-നെ നേരിട്ടത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തോൽവിയാണ്. കാരണം പാർട്ടിയുടെ കോട്ടകൾ പോലും തകർന്നടിയുന്ന ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ നമ്മൾ കണ്ടത്. ഇതിന് പിന്നാലെയാണ് കണ്ണൂരിൽ പലയിടങ്ങളിലും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഈ കോളയാട് എന്ന് പറയുന്ന പ്രദേശമാണ്. അത് മട്ടന്നൂർ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ ഒരു ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. മുഖ്യമന്ത്രിക്കും സംസ്ഥാന സെക്രട്ടറിക്കും എതിരായിട്ടാണ് ഈ ഫ്ലെക്സ് ബോർഡിൽ വാചകങ്ങളുള്ളത്. അതായത് ഇനി ഈ പാർട്ടിയാണ് വലുത്, നേതാക്കളല്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട വാചകം. സ്വാഭാവികമായിട്ടും ഇതിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ അടക്കമാണ് ഇന്നലെ വലിയ വോട്ട് ചോർച്ച ഉണ്ടായത്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും മട്ടന്നൂരിലും ധർമ്മടത്തുമടക്കം നമ്മൾ കണ്ടതാണ്. കാരണം പാർട്ടി അവരുടെ ഫിക്സഡ് ഡിപ്പോസിറ്റായി കണ്ടിരുന്ന പല കേഡർ വോട്ടുകൾ പോലും ഇന്നലെ ചോർന്ന് UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും UDF സ്ഥാനാർത്ഥികൾക്കും പോകുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ണൂരിൽ കണ്ടത്. സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്ത് തന്നെ പാർട്ടി അനുഭാവികളുടെ വോട്ടുകളടക്കം ചോർന്നുപോയി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവിടെയാണ് ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നത്. നേതൃമാറ്റം ആവശ്യമാണ് എന്നുള്ള ഒരു സൂചന, ഒരു സന്ദേശം നൽകുന്നത് കൂടിയാണ് ഇത്തരത്തിൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ ഉയർന്നുവന്ന ഫ്ലെക്സ് ബോർഡ്. അതിൽ P. ജയരാജന്റെ പേരും ചിത്രവും M. സ്വരാജിന്റെ ചിത്രമടക്കം വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും P. ജയരാജൻ ജില്ലാ സെക്രട്ടറിയായി നിന്ന് അതിനുശേഷം മാറിയ ശേഷം വലിയ രീതിയിൽ പാർട്ടിയിൽ വലിയ സ്വാധീനമൊന്നും ഇല്ലാത്തയാളാണ്. പാർട്ടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ആക്ഷേപമൊക്കെ ഉണ്ടായിരുന്നു. P. ജയരാജനെ മാറ്റി നിർത്തിയ സമയത്ത് അദ്ദേഹത്തെയൊക്കെ തിരിച്ചു കൊണ്ടുവരണം എന്നൊരു സന്ദേശമാണ് പാർട്ടി അണികളിൽ നിന്ന് ഉണ്ടാകുന്നത് കണ്ണൂരിൽ. മാത്രമല്ല ഈ കണ്ണൂരിൽ ഇന്നലെ വലിയ വിജയം നേടിയതിന് പിന്നാലെ KC വേണുഗോപാലിന്റെ വലിയ ഫ്ലെക്സുകളും പല സ്ഥലത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. കണ്ണൂർ കാൾടെക്സിലും ഒപ്പം തന്നെ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തൊക്കെ തന്നെ KC വേണുഗോപാലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായിരുന്നു. നയിച്ചവൻ നായകൻ എന്നുള്ള ക്യാപ്ഷനോടെയാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ കണ്ണൂരിൽ ഉയർന്നത്. എന്തായാലും KC വേണുഗോപാലിനെ അനുകൂലിക്കുന്ന ഫ്ലെക്സ് ബോർഡുകൾ നേരത്തെയും ഉണ്ടായിരുന്നു. ഏപ്രിൽ 9 വോട്ട് എടുപ്പ് കഴിഞ്ഞതിന് ശേഷം കണ്ണൂർ പല സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ വലിയ വിജയം നേടിയ ശേഷവും ഈ ഫ്ലെക്സ് ബോർഡുകൾ ഉണ്ടായത്. എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ മുഖ്യമന്ത്രി എന്ന കാവൽ മുഖ്യമന്ത്രിയാണ് നിലവിൽ, നമുക്ക് അങ്ങനെ സാങ്കേതികമായി അങ്ങനെയാണ് ആ ഒരു ടാഗ്ലൈനിലാണ്. ആ ഒരു മുഖ്യമന്ത്രി എന്ന ആ പദത്തിൽ മുഖ്യമന്ത്രി ഏറ്റവും അവസാനം കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് കയറുന്നത് ഇപ്പോഴാണ്. ഇനി കണ്ണൂരിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കില്ല, വെറും ധർമ്മടത്തെ MLA മാത്രമായിരിക്കും മുൻ മുഖ്യമന്ത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.